അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് ചെയ്യാണ് സൗമീച്ചാണ്. വീണ്ടും സൗമീച്ച് എടുത്ത് ഞാൻ വന്നേക്കാണ്. സൗമീച്ച് പറഞ്ഞ് ഞാൻ മണ്ണ് വെച്ചത് എൻ്റെ കുഞ്ഞു മനസ്സ് വീണ്ടും വേദനിച്ചു. അത് കേട്ടപ്പോൾ ത്രെഡ് ചെയ്യാൻ പോവാണ് അല്ലേ സൗമീച്ചി. ഡ്രസ്സ് നമ്മുടെ അനീഷേട്ടനാണ് കേട്ടോ. അത് അനീഷേട്ടൻ പാവം ഇന്നലെ വിഷു ഒറ്റയടിക്ക് ചെയ്തെന്ന് 9 മണിക്ക് ചെയ്തെന്ന്. എന്ത് അനീഷേട്ടൻ്റെ കസിനാണ് അവിടെ നിൽക്കണേന്ന് പറയാൻ പറഞ്ഞു. ഞാനിത് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടെ. സൗമീച്ചിനെ ഇവിടെ കടത്തി പിടിച്ച് ത്രെഡ് ചെയ്യാൻ നിൽക്കാം മനുഷ്യന്മാരെ പീഡിപ്പിക്കാൻ നിൽക്കണ പോലെ. ഗൈസ് മുഖത്തെ മേക്കപ്പ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുടിയാണ് എൻ്റെ സെറ്റ് ചെയ്യേണ്ടത്. ഉടുപ്പിനനുസരിച്ചുള്ള സെറ്റ് ചെയ്യണ്ടേ. എൻ്റെ കണ്ണൊക്കെ തിളങ്ങുന്നുണ്ട് ഗൈസ്. കണ്ടു നെയിൽ പോളിഷൊക്കെ കഴിയുമ്പത്തെ പിങ്ക് ഡ്രസ്സും പിങ്ക് നെയിൽ പോളിഷും പിങ്ക്. എന്താ ചെയ്യാൻ വരുന്നുണ്ട് തോന്നിച്ചെന്നെ. സുന്ദര ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ടാണോ സുന്ദര എന്ന് പേരിട്ടാണ്. പിന്നെ മസാജ് ചെയ്തത് ഉറങ്ങാൻ നല്ല സുഖമാണ്. സൗമ്യച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് ഗൈസ്. നല്ലതാണ്. കിട്ടിയാ ഗൈസ് അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മുടെ ദൗത്യം കഴിഞ്ഞിരിക്കുകയാണ്. സൗമിച്ച് യുദ്ധമായിരുന്നു എൻ്റെ തലയിൽ നിന്ന്. മെടഞ്ഞിടാണോ ബാക്കൊക്കെ മെടയുന്നൊക്കെ തോന്നുന്നുണ്ട്. നിറച്ച് മുടിയായോണ്ടേ എനിക്കൊരു മുടി വന്നിട്ടുണ്ട്. എൻ്റെ ഒറിജിനൽ മുടിയാണ് കേട്ടോ. ഞാൻ കളർ ചെയ്ത മുടി. സൗമിച്ച് അത് പോയി കാണിച്ചു കൊടുക്കണ്ട. ബാക്ക് എടുത്തു കാണട്ടോ. വെയിറ്റ് ആൻഡ് സീ കാണിച്ചു തരാം. ഒരു കിന്നര ഗാനം മോളി ഒളിക്കും. കുറച്ചുകൂടി ഉണ്ട് കേട്ടോ എൻ്റെ കേൾ ചെയ്യണം. ഇത് എന്തൊക്കെ പരിപാടിയല്ലേ ഇപ്പം പോയില്ല ഞാൻ. അങ്ങനെ ഇതാ എനിക്ക് മുടി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല എൻ്റെ കളർ ചെയ്ത സംബന്ധിച്ച് ഇപ്പം കളർ ചെയ്താ അല്ലേ നടന്നൊരാൾ. എൻ്റെ കൈസ് എൻ്റെ മേക്കപ്പും എൻ്റെ ഡ്രസ്സ് നമ്മുടെ ദക്ഷിണ, മേക്കപ്പ് നമ്മുടെ സൗമീസിലെ ബോഡിറ്റ. കുറേ പേര് വീണ്ടും വീണ്ടും സ്ഥലം ചോദിക്കുന്നുണ്ട്. അന്നത്തെ വ്ളോഗാണ് അത് വരാൻ തോന്നുന്നുണ്ട് സ്ഥലം ചോദിക്കണേ. പറഞ്ഞു കൊടുക്കൂ സ്ഥലം. ചെമ്പുക്കാവിലെ ലബോണിറ്റ ബ്യൂട്ടി പാർലർ. യെസ് കേട്ടില്ലേ. അപ്പം എല്ലാവരും ഊട്ടി പോന്നു. ഇൻസ്റ്റയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. അതിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഔട്ട് ഇടുക. സൗമിച്ചിനെ അവിടെ മുടി വെട്ടാൻ ഒരു ചേച്ചി വെയിറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇനി ആ ചേച്ചിക്ക് പ്രാന്തായി ആ ചേച്ചി എന്നെ ചീത്ത പറയും. അപ്പോൾ നമ്മൾ പുറത്ത് അവിടെ പോട്ടെ ഷൂട്ടിൻ്റെ സ്ഥലത്തേക്ക് പോട്ടെ. ഓക്കെ താങ്ക് യു ചേച്ചി. ബൈ ബൈ. ഗൈസ് നമ്മൾ അങ്ങനെ കാറിൽ കയറിയിട്ടുണ്ട്. അവിടെ എൻ്റെ മുതലകൾ ഇരിക്കണ കണ്ടോ. മുതലകൾ ഇങ്ങോട്ട് നോക്കൂ. മേക്കപ്പ് എങ്ങനെ ഉണ്ടാകുമോ അപ്പൂസേ? അപ്പൂസ് ഓ ആ നമ്മളിനി നമ്മുടെ കയ്യിൽ ബലൂണുണ്ട്. എൻ്റെ 24 പിടിച്ച സംഭവം ഉണ്ട്. അതൊക്കെ പിടിച്ച് നമ്മൾ പോകണം. അതൊക്കെ വീർപ്പിക്കണം. അവിടെ എൻ്റെ കേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രിൻസി എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേക്ക് ചെയ്ത് തന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നല്ല അടിപൊളി കേക്കാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ കഴിച്ചു നോക്കിയോ നീ? നല്ല വർത്തനം കേട്ടോ. ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് ഇടയ്ക്ക് എടുത്തിട്ടുണ്ടാവേ. നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയിൽ ചെയ്താണ്. ഞാൻ ആ കേക്കിൻ്റെ ഇത് കൊടുക്കട്ടെ ഫോട്ടോ തമ്മിലായിട്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ കേക്ക് ചെയ്യേണ്ടവർക്കും കേക്ക് നന്നായി ചെയ്യാനൊരു ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ആളുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിടാം. ചോദിച്ചാൽ മതി. ഇൻസ്റ്റ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു ചേച്ചിയാന്ന് തോന്നുന്നുണ്ട് കേക്കിൻ്റെ ഇതിൽ ആള്. അങ്ങനെ നമ്മൾ പേഴ്സണൽ കോൺടാക്ട് ചെയ്തതാണ് ആള്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ട്. ഫോട്ടോഗ്രാഫർ നിങ്ങൾ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടും അതുപോലെ തന്നെ ഒരു ധാവണം എടുത്തിട്ടും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ വാലിസ് ചേട്ടൻ തന്നെയാണ് കേട്ടോ. ആളെ ഞാൻ ഇപ്പോഴും ഫോട്ടോ എടുക്കുന്നത് അഴീക്കോട് ബീച്ചിലാണ്. ഇവിടെ നിന്നെന്തോ തൃശ്ശൂർ ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അഴീക്കോട് കൊണ്ടുവച്ചേക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ നോട്ടെ അവിടെ എത്തണം. ഇനി 1.5 മണിക്കൂറുണ്ട്. ഓക്കെ അവിടെ എത്തട്ടെ കേട്ടോ. ഗൈസ് ഇവള് കേക്ക് പിടിക്കാൻ ഞാൻ ഇവളെ സുരക്ഷിതമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവളത് കിടന്ന് ആട്ടിക്കുന്നുണ്ട്. എന്താകും ദൈവത്തിനറിയാം അവിടെ എത്തുമ്പോൾ ഷൂട്ടിൻ്റെ സ്ഥലത്ത്. ഭഗവാനറിയാം. ഭഗവാനേ എന്തേ എനിക്ക് ഇവര് സെറ്റ് ചെയ്തതാണോ? അത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നോക്കട്ടെ. ഇത് നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തതാണോ? ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നുള്ളത്. അടിപൊളി. ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ മോനെ. അടിപൊളി സെറ്റപ്പാണ്. ഇവര് ബലൂൺ വീർപ്പിക്കാനായിട്ട് വീർപ്പിച്ച് തുടങ്ങിക്കോളൂ. അപ്പോന്ന് വലിയമ്മയുടെ മോളുടെ കുട്ടികൾ ഇവള് അടക്കാണ്ട് പോകുന്നുണ്ടാവും. എന്താടി ഇങ്ങനെ പൈസ ഇവര് ഊതിച്ച് വീർപ്പിക്കുകയാണ്. വീർപ്പിക്കുമ്പോ കാണാൻ 20 വയസ്സ് ക്യാമറയിൽ കാണിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ വ്ളോഗാണ്. ഈ ഹോട്ടല് എന്താ വരച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കേക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. എന്തായി? നീ അത് കുത്ത്. ഇല്ലല്ല, അത് ശരിയാക്കണം. അവിടെ കുത്തണം. അവിടെ കഷ്ടപ്പാട് എന്തുട്ടാ മറ്റേ കെട്ടൊക്കെ ഇറക്കിയില്ലേ? കുഴപ്പമില്ല, അങ്ങനെ ഇറക്കണം. ആ കെട്ടിന്റെ പാടാണ് അവിടെ വന്നിരിക്കണേ. മാറാലിയ പൊടിയാ. ഇതാ നമ്മുടെ കേക്ക് ഇതാണ് കേട്ടോ. കേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് പറഞ്ഞില്ലേ, പ്രിൻസിന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. നല്ല കേക്കാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഭംഗിയുള്ള കേക്കാണ്. നിന്റെ മുഖം ഞാൻ കേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ നമ്മുടെ പ്രിൻസ് ചേച്ചിയാണ് കേട്ടോ. പ്രിൻസ് ചേച്ചിയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. ഉണ്ടാക്കണ്ടാവും കേക്കിൻ്റെ ഒരു ഭംഗി നോക്കൂ. ഇവിടെയൊക്കെ പൂമ്പാറ്റയ്ക്ക് ഉണ്ട് കേട്ടോ. ഉണ്ടാക്കണ്ടോ? നല്ല രസമുള്ള കേക്കാണ്, നല്ല ഭംഗിയുള്ള കേക്കാണ് കാണാൻ. ഈ ലൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. കളർ ഇതൊന്നല്ലേ, വേറെ ഏതൊക്കെ ഒരു കളറാണ്. നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇതാ അവിടെ നിന്ന്. നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇതാ 24 ആളെ മാറ്റി അടി കിട്ടൂ. നമ്മളിതാ അവിടെ ഫോട്ടോഗ്രാഫർ ലൈറ്റ് കറക്റ്റാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ കൂടെ 2 ബലൂൺ വീർപ്പിക്കണ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പോയി നിൽക്കുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ 2 ഞാൻ വെള്ളത്തിലെടുത്തിടും. ഓ, അപ്പോഴേക്കും ബലൂൺ വീർപ്പിച്ച് കഴിയല്ലോ. മത്സരം കൊറേ എണ്ണം വീർപ്പിച്ചോന്ന്. ചേട്ടൻ ഇവിടെ കഷ്ടപ്പെട്ട് 2-3 വീർപ്പിച്ചു. വീർപ്പിക്ക് പോരട്ടെ. എവിടേക്ക് തുപ്പാണോ പൂസ്? പറ്റില്ലല്ലേ? ബിരിയാണി ഫുൾ തട്ടി വിട്ടിട്ട് ഇപ്പൊ ബജ്ജി അതൊക്കെ തട്ടി വിട്ടിട്ടല്ലേ നീ വന്നേ? നിൽക്കാതെ പറ്റാതെ ഒരാൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ പൊട്ടും. ഇവരുടെ അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. കണ്ടോ, അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് ഇവരവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവും നോക്കല്ലേ ലാസ്റ്റ്. പൊടി 2-3 ക്യാമറാമാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. പൊടി വരുമെന്ന് എനിക്ക് ഡൗട്ട്. കേൾക്കുമ്പോഴേക്ക് നോക്കിയേ, വരുമോ? കേൾക്കുമ്പോഴേക്ക് പൊടി വരുമെന്നേ. അല്ല, കുഴപ്പമില്ല. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു? ഇതിനെ കുറിച്ച് 2 വാക്ക്. ബീച്ചിൽ നല്ല വെയിലാണ് കേട്ടോ. വേർത്ത് ഒരു വിധായിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെ ലിപ്സ്റ്റിക് ഇടല്. എന്റെ ഷൂട്ടാണ്, പക്ഷെ ഇവരുടെ ലിപ്സ്റ്റിക് ഇടൽ കഥയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്താ അവസ്ഥ? ഫോട്ടോ എടുത്തപ്പോ ലിപ്സ്റ്റിക് എന്റെ അടുത്ത് എന്താ ചെയ്യാ? ഞാൻ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഷൂട്ട് നടത്താൻ പോവാണ്. ഇതെന്തൊക്കെ ബോംബ് സ്ഫോടനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഒന്നും ഇല്ല എനിക്ക്. നമുക്ക് നോക്കാം എന്തൊക്കെയാവുന്നു. ലാസ്റ്റ് കമ്മന്നടിച്ച് കേൾക്കുമ്പോഴേക്ക് വീഴും തോന്നുന്നുണ്ട്. ഞാൻ കുത്തിയിട്ട് കുത്തിയിട്ട് ഇവിടേക്ക് പോക്കാം. കട്ട് ചെയ്യാം. ഓക്കെ ആണോ? പിടിച്ചോ രാമപത്രത്തിൽ തന്നെ പിടിച്ചോ. പണിയെടുക്കാണ് ചേച്ചി, പണിയെടുക്കുക. കാറ്റിനോട് വിളിച്ച് പറയണോ കാറ്റ് പോകുന്നു? എടുത്തോ പോ. കട്ടിയിടല്ലേ? ഇത് പോട്ടെ, ടെൻഷൻ എനിക്ക് ഇപ്പോഴുണ്ട്. ശബ്ദം ഉണ്ടാവും ചേട്ടാ ഭയങ്കരമായിട്ട്. ചേട്ടാ പൊട്ടിക്കാൻ പറ്റേ? ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഓക്കെ,
അതിന്റെ റിസൾട്ട് കിട്ടിയില്ല അല്ലേ? അങ്ങോട്ടായില്ലേ? അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഷൂട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമ്മുടെ 2 ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടൻ കേട്ടോ. ആളെ നിങ്ങൾക്ക് മുമ്പ് അറിയായിരിക്കും. ഇതാ പുതിയൊരു മുതലാണ് കേട്ടോ. ഓ പേര് ചോക്കിലായിട്ട് പുതിയൊരു മുതലാന്ന് പറയാ. പേര് പറയണു. എന്തായിരുന്നു? അജ്സൽ മുഹമ്മദ്. വെറൈറ്റി പേരാണ്, ഞാൻ കേട്ടിട്ടില്ല. ഇയാളുടെ പേര് ചോദിച്ചോക്കിയ പേര് പറയൂ. അവന്റെ പേര് ചോദിക്കും. ഓക്കെ, അസ്ലം. അപ്പൊ അസ്ലം ചേട്ടനെ പരിചയപ്പെടുത്താൻ കേട്ടോ. അടിപൊളിയായിട്ട് ഇവന്റ് ചെയ്തത് നമ്മുടെ ചേട്ടനായിട്ട്. ഇവിടെ ഈ പട്ടക്കൊക്കെ പൊട്ടിക്കുന്നത് ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വാരിസ് ചേട്ടനാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഞാൻ ഞെട്ടിച്ച് കളഞ്ഞത് ഈ ചേട്ടൻ്റെ ഇവന്റ് ആയിരുന്നു കേട്ടോ. ഇവന്റിന്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. പോയി നോക്കിക്കോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്തോളാം. നിങ്ങൾ ഒരു 3/4 മണിക്കൂർ കൂടെ ആയിട്ടില്ല തോന്നുന്നു. ഒറ്റയ്ക്ക് എല്ലാം സെറ്റ് ചെയ്തവര് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഗൈസ്. അപ്പൊ ഞാൻ ഇനി കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതൊക്കെ എടുക്കാൻ പോട്ടെ. അപ്പൊ താങ്ക് യു ചേട്ടാ. പറഞ്ഞു പറയിപ്പിച്ചത് പറയരുത് കേട്ടോ. താങ്ക് യു വാരിസ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പോ പേരെന്തായിരുന്നു പറഞ്ഞ? മുഹമ്മദേ. താങ്ക് യു. പറക്കാൻ പോയപ്പോ കൂടെ പറക്കി വന്ന 2 മുതലകളാണിത്. പറക്കൊന്നുമില്ല, അങ്ങോട്ട് താർക്കോ കൊടുത്തു പിള്ളേർക്ക്. എന്തടി ഇത്? എന്തടി? കേക്ക് മത്സരിച്ച് കഴിക്കുന്ന 2 ടീമായിരുന്നു. ഇങ്ങനെയോ നന്നായില്ലേ? അപ്പൊ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായില്ലേ? സൂപ്പറായില്ലേ? അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വാരിച്ചേട്ടൻ കറക്റ്റാ. നീ വീണ് കൂട്ടാ മതി. ഗൈസ്, അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഫോട്ടോഗ്രാഫറും ക്ഷീണിച്ചു, ഞാനും ക്ഷീണിച്ചു. ഇല്ലേ ഫോട്ടോഗ്രാഫറെ? വീഡിയോ എന്ത് ഇത്ര നാണം. ഓ, നമ്മുടെ ഡെക്കറേഷന്റെ ചേട്ടൻ ഫുൾ ടൈം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അല്ലേ? ഇന്നൊക്കെ അടിപൊളിയായിരുന്നില്ലേ? എങ്ങനെയുണ്ട്? എന്നെ പറ്റി 2 വാക്ക്. അടിപൊളിയാണ്. പറഞ്ഞു ചെയ്യിപ്പിക്കാന്നില്ല. അതേ കൊണ്ടും 2 അപ്രന്റീസുകളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലായിരുന്നു. ഓക്കെ ബൈ. ഒന്നായില്ലല്ലേ? അതെ. നമ്മളിവിടെ ഒരു കടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനുണ്ട് പൈനാപ്പിൾ വിത്തൗട്ട് ഷുഗർ പറഞ്ഞു. ഇവര് നീ എന്തിനു പറഞ്ഞു? ഞാൻ ചിക്കു പറഞ്ഞേ. അപ്പൂസ് എന്തിനു പറഞ്ഞേ? കുമ്മാട്ടി കണ്ണിമത്തെ. എന്തിനു പറഞ്ഞേ? ഇവളെന്തിനു പറഞ്ഞേ? ഇവൾക്ക് എന്ത് ജ്യൂസ് പറഞ്ഞേ? കുമ്മാട്ടി. എന്ത് ആ ചേട്ടാ പറയാ കുമ്മാട്ടി. ഇവിടെ കുമ്മാട്ടി എന്നാണ് പറയുന്നത്. ഇഷ്ടമുള്ള കുമ്മട്ടിക്ക ജ്യൂസ് ആണോ? അപ്പോ ഷവർമ്മയൊക്കെ പറഞ്ഞിട്ട് തട്ടിവിടാനുള്ള പ്ലാനാണ് ഇവർ 2 ആളും. ഗൈസ്, ഞാൻ 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാറില്ല. ഞാൻ 2-3 ദിവസമായിട്ട് അങ്ങനെയാണ്. ഇവര് ഈ ചേട്ടൻ വിത്തൗട്ട് ഷുഗറാണ്. ഇത് കഴിക്കുന്നത് എന്താ കാണിച്ചു കൊടുക്കും.
ആ ചേട്ടൻ ഡയറ്റാണ്, എല്ലാവരും ഡയറ്റിലായിരുന്നു. വീടിന്റെ ആധാരം പണം വെപ്പിക്കും തോന്നുന്നുണ്ട്. അപ്പൂസം കൂടി വന്നിട്ട് ഇടയ്ക്കൊക്കെ തന്നെ ദിവസം മാക്കടിക്ക് അപ്രന്റീസുകൾ പണിയെടുത്ത് ക്ഷീണിച്ചതല്ലേ, അപ്രന്റീസുകളെ പണിയെടുത്ത് ക്ഷീണിച്ചതാ. മാക്കം അടിക്കുക, ഇവർക്കൊരു ക്ഷീണല്ലേ. ഇവരത് ജ്യൂസ് മാത്രം കുടിക്കലുന്നുണ്ട്. അവിടെ ഷവർ വന്ന് പാവങ്ങൾ ഇവിടെ നോക്ക് കടിക്കാന്ന് കരുതുന്ന ഷവർ അപ്പോഴേക്കും ഞാൻ വീഡിയോ എടുത്തു. ഇവൾക്കില്ല എനിക്കുള്ള സ്ട്രോ, ഇവൾക്ക് മാത്രം സ്ട്രോ കണ്ടോ. ഇവളെത്തോടത്ത് VIP പാവപ്പൂസ് സ്ട്രോ ഇല്ലാണ്ട് മാക്കൊന്ന് കുടിക്കുക. ഗൈസ് നമ്മള് ഷവർമ കഴിക്കാതെ കയറിയ സ്ഥലത്ത് ഷവർമയിലെ ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് വേണ്ടോ വേണ്ടോന്ന് ഞാൻ മറ്റുള്ളവർ പറഞ്ഞതോ. കുത്തി കഴിച്ച് എനിക്ക് തിന്നതും കടിച്ചത് ഞാൻ എപ്പോ കുത്തി. എന്നിട്ട് അവര് പൈസ ഒന്നും വേണ്ടെന്നുണ്ടോ, ജ്യൂസ് കുടിച്ചാൽ പൈസ കൊടുത്തു. നമുക്ക് അത് മാന്യത്തെ കടല്ലേ. അവര് പറഞ്ഞു മോശമാണ്, വേണ്ടെന്ന് പറഞ്ഞു. പറയണം നമുക്ക് ഷവർമ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഗൈസ്. എന്നിട്ട് അവളെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അപ്പൂസ് വീഴാൻ പോയി. കൂടെ ഞങ്ങളൊക്കെ ഉണ്ടിട്ടാ. പറ വീഴാൻ പോയതൊന്നല്ല, ഞാൻ കാണുന്നുണ്ട്. കാല് സ്ലിപ്പായിട്ടൊന്നുമില്ല, ഇവിടെ ഒരു ചക്കര കയറി പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്. കാലില് മണലുണ്ടായിട്ട് സ്ലിപ്പാവുന്നതേ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. കാലില് മണല് അത് വെച്ചിട്ട് സ്ലിപ്പായി. എന്നിട്ട് കറക്റ്റ് ഞങ്ങളെല്ലാരും അവിടെ ഉണ്ടാ ചക്കര മാത്രം കയറി ചെക്കന്റെ കൈ ചെക്കൻ പേടിച്ചിട്ട് ഓക്കെ 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 നോക്കെ കുഴപ്പമൊന്നുമില്ല പൊക്കൂളൂന്ന്. അപ്പൂസിന്റെ മോഹാ ചെക്കൻ. പക്ഷെ അപ്രന്റീസുകൾ ഉറങ്ങി ഗൈസ്, രണ്ടാളും. അപ്പൂസ് മുഖത്ത് കൈ വെക്കണം. അമ്മ ഉറങ്ങിട്ടാ. അമേരിക്ക, ലണ്ടൻ. ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അപ്പ് 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 അപ്പ്. ഞാനല്ല അങ്ങനെ ഉറങ്ങണ്ട. അപ്പൊ ഗൈസ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ തളർന്നു. വയ്യ. അപ്പോൾ കുറച്ച് വീഡിയോയ്ക്കേ ഉള്ളൂ. ഞാൻ മേക്കപ്പിൻ്റെയും പിന്നെ വീഡിയോസ് ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കുന്നതിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.